രീതിയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ദുരന്തമായിട്ട് ഭോപ്പാൽ ദുരന്തം മാറി. അതായത് ഒരു ചെർണോബിൽ ദുരന്തം ഇന്ത്യയിലുണ്ടായി എന്ന് കൂട്ടിയാൽ മതി. ഒരാണവ ദുരന്തം പോലെ തന്നെയായിരുന്നു നമുക്കത്. ഈ സമയത്തും ചില അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ റെയിൽവേ ട്രാക്ക് ചെല്ലുന്നത് ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഈ റെയിൽവേ സ്റ്റേഷനിലേക്കും ഈ സ്മെല്ലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ആ സമയത്ത് വരേണ്ട ഒരു ട്രെയിൻ കാത്ത ആളുകൾ നിൽക്കുന്നുണ്ട്, നിരവധി ആളുകൾ. അവിടുന്ന് ബോംബെയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്നൊരു ട്രെയിൻ ആ സമയത്ത് കടന്നു പോകേണ്ടതാണ് അവിടെ. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഡെപ്യൂട്ടി സ്റ്റേഷൻ സൂപ്രണ്ടുണ്ട് അവിടെ, ഗുലാം ദസ്തഗീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഗുലാം ദസ്തഗീറിന് അപകടം മണത്തു. അദ്ദേഹം അപ്പോൾ തന്നെ ഇതിനു മുമ്പുള്ള ഇറ്റാർസി സ്റ്റേഷനിലേക്ക്, ഇതിന് ശേഷമുള്ള സ്റ്റേഷനിലേക്കും വിളിച്ചു പറഞ്ഞു, ഒരു ട്രെയിനും ഇങ്ങോട്ട് വിടരുത്, ഇവിടെ എന്തോ വിഷവാതകത്തിൻ്റെ ഒരു ലീക്ക് ഉണ്ടായെന്ന് തോന്നുന്നു, ഇവിടെ ആളുകൾക്കെല്ലാം അസ്വസ്ഥതയാണ്, ആളുകൾ വീണുകൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെയിനും ഇനി ഭോപ്പാൽ സ്റ്റേഷനിലേക്ക് വിടരുതെന്ന് അതിൻ്റെ വടക്കും തെക്കുമുള്ള സ്റ്റേഷനുകളിലേക്കെല്ലാം വിവരം അറിയിപ്പ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഭോപ്പാലിലേക്ക് വന്നുകൊണ്ടിരുന്ന പല ട്രെയിനുകളും തൊട്ടപ്പുറത്തുള്ള സ്റ്റേഷനുകളിൽ നിർത്തിവെച്ചു. ആ ട്രെയിൻ നിറയെ ആളുകളുമായി, ഉറങ്ങിക്കിടക്കുന്ന ആളുകളുമായിട്ട് വരേണ്ടതാണ് ആ സമയത്ത്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ, നിരവധി ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരാളായിരുന്നു ഗുലാം ദസ്തഗീർ. അതുമാത്രമല്ല, ആ സമയമായപ്പോഴത്തേക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ബോംബെയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ